അസ്സലാമു അലൈക്കും. നമസ്കാരം. നൗഫൽ കൊണ്ടോട്ടിയാണ്. ജനുവരി 15 പാലിയേറ്റീവ് ദിനമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞങ്ങളിപ്പോൾ കൂടിയിരിക്കുന്നത് ഒരു സന്തോഷമായ ഒരു മുഹൂർത്തത്തിലാണ്. ഒരുപാട് പണം ഉണ്ടായിട്ട് ബാങ്കിലും വീട്ടിലെ അൾമറയിലൊക്കെ അട്ടി വെക്കണവർക്ക്, പ്രത്യേകിച്ച് പാലിയേറ്റീവ് എന്താണെന്ന് അറിയാത്തവർക്ക്, പാലിയേറ്റീവിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ സമ്പാദ്യം നിങ്ങൾ ബാങ്കിലും അതുപോലെ മറ്റ് ലോക്കറുകളിലൊക്കെ സുരക്ഷിതമായി വെക്കുമ്പോൾ അതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഒരു വിഹിതം നിങ്ങൾ നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര വലിയ പണക്കാരനാണെങ്കിലും, നിങ്ങൾക്ക് എത്ര വലിയ അസുഖം വന്നാലും, എത്ര വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അവസാനം ഹോസ്പിറ്റൽ അധികാരികൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇനി നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളി, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്താണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാം. അതുവരെ പാലിയേറ്റീവ് എന്താണെന്ന് പോലും, അല്ലെങ്കിൽ പാലിയേറ്റീവിന് നിങ്ങളെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നൽകാത്ത നിങ്ങൾ പാലിയേറ്റീവിനെ കുറിച്ച് അറിയാനും പാലിയേറ്റീവിൽ പോവാനും അപ്പോഴാണ് നിങ്ങൾ സമയം കാണുക. അപ്പോഴൊക്കെ നിങ്ങളെ സമ്പാദ്യം ഏകദേശം തീർന്നിട്ടുണ്ടാവും. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പാലിയേറ്റീവുമായി സഹകരിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പാലിയേറ്റീവുമായി സഹകരിക്കണം. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ആസിഫിന്റെ കൂടെയാണ്. ആസിഫ് ഇത്രയും നാൾ സ്വരൂപിച്ചു വെച്ച ഫണ്ട് നമ്മുടെ പാലിയേറ്റീവിന് വേണ്ടി കൈമാറുന്ന ഒരു ചടങ്ങാണുള്ളത്. കൊണ്ടോട്ടി പാലിയേറ്റീവിന്റെ വൈസ് ചെയർമാൻ നമ്മുടെ മഠത്തിൽ അബുവാക്ക ആണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ആസിഫ് സ്വരൂപിച്ച ഫണ്ട് നമ്മുടെ അബുവാക്കാക്ക് കൈമാറുന്നു. ഇത് മറ്റുള്ളവർക്കും കൂടെ ഒരു മാതൃകയാവണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇതുപോലെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവിനെ അറിയിച്ചാൽ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളത് കളക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്.